ഇന്ന് രാവിലെ ഉണ്ടായ ഒരു സംഭവം ഞാൻ താങ്കളുടെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ ഔദ്യോഗിക വസതിയായ തിരുവനന്തപുരത്തെ തൈക്കാട് ഹൗസിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ എരിച്ചു കയറിയെന്ന് മാത്രമല്ല, അവർ താങ്കൾ അറിഞ്ഞിട്ടുണ്ടാവും, റീത്തുമായിട്ടൊക്കെ പോയത്. അവരുടെ മെയിൻ വാതിൽ കൊണ്ട് ഈ റീത്ത് വെച്ചു. അപ്പോൾ അവർ പത്തനംതിട്ടയിൽ, പിന്നെ അവരവിടെ ഇല്ലായിരുന്നു, അവർ പത്തനംതിട്ടയിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇതിൻ്റെ പേരിൽ വി ഡി സതീശനാണ്. അപ്പോൾ വി ഡി സതീശൻ പിന്നീട് തിരിച്ചടിച്ചു, ഇത് എനിക്ക് റീത്ത് വെക്കലല്ല പണി, പക്ഷേ ഈ വീട്ടിൽ കയറിയുള്ള ഇങ്ങനെയുള്ള സമരത്തോട് ഞാൻ യോജിക്കുന്നില്ല, പക്ഷേ സമരങ്ങൾ തുടരും. ഇങ്ങനെയുള്ള താങ്കളെ എനിക്കൊന്ന് ഈ വാർത്ത താങ്കൾ അറിഞ്ഞിട്ടുണ്ടാവും. രമേശ് ചെന്നിത്തല എന്ന നേതാവിൻ്റെ കാഴ്ചപ്പാടിൽ പ്രത്യേകിച്ച് മന്ത്രിമന്ദിരങ്ങൾക്കകത്തേക്ക് യൂത്ത് കോൺഗ്രസ്സുകാർ കയറി ചെല്ലുക എന്നൊക്കെ പറഞ്ഞു. അത് വേണമെങ്കിൽ ഇവർക്കും അവർ പറഞ്ഞു. യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തെ വി ജോയി അങ്ങനെ ഒരു പ്രസ്താവന നടത്തി. ഇപ്പം ഇദ്ദേഹം പുതിയ യാത്ര നടത്തുകയാണ് വി ഡി സതീശൻ. ഈ യാത്രയെ ഞങ്ങൾ നേരിടാൻ ശ്രമിച്ചാൽ എന്താവും സംഭവം? അല്ല, നമ്മൾ ജനാധിപത്യ സംവിധാനത്തിൽ സമരങ്ങളൊക്കെ ആവശ്യമാണ്, പ്രതിഷേധങ്ങൾ ആവശ്യമാണ്. പക്ഷേ ഇത്തരത്തിൽ റീത്ത് വെച്ചുകൊണ്ടുള്ള പ്രതിഷേധം നമ്മുടെ ഒരു സംസ്കാരമല്ല. അത് CPM-ന്റെ സംസ്കാരമാണ്. MN വിജയന്റെ മകന്റെ വീടിന് മുമ്പ് റീത്ത് വെച്ചല്ലോ. അപ്പൊ അതേ പാത നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമില്ല. നമുക്ക് പ്രതിഷേധിക്കാം, നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാം. പക്ഷെ ഒരാളുടെ വീട് കയറുകയും അവിടെ റീത്ത് വെക്കുകയും ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഈ താങ്കളെക്കുറിച്ച് പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, ഈ താങ്കൾ ഇപ്പം മുഖ്യമന്ത്രി വിമർശിക്കുമ്പോഴും ഭരണപക്ഷത്തുള്ള മറ്റുള്ള ആൾക്കാരെയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് താങ്കൾ വളരെ സോഫ്റ്റാണ്. എന്തിനാണ് താങ്കൾ ഒരു സോഫ്റ്റ്നെസ് നിലനിർത്തുന്നത് രാഷ്ട്രീയത്തിൽ? അല്ല, രാഷ്ട്രീയത്തിൽ നമ്മൾ വിമർശിക്കണം, നമ്മുടെ അഭിപ്രായങ്ങൾ പറയണം, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ചൂണ്ടിക്കാണിക്കണം. പക്ഷെ ഒരാളിനെ അപമര്യാദയായി പെരുമാറുകയും അനാവശ്യമായി ക്ഷോഭിക്കുകയൊന്നും ചെയ്യുന്ന രീതി ഞാൻ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. അത് ഈ രമേശ് എന്ന വ്യക്തിയുടെ ഒരു പ്രശ്നമാണോ, അതോ രമേശിലെ രാഷ്ട്രീയ നേതാവിന്റെ പ്രശ്നമാണോ? അല്ല, രാഷ്ട്രീയ നേതാവാണെങ്കിൽ ഞാൻ വ്യക്തി കൂടിയാണല്ലോ. സ്വാഭാവികമായും നമ്മൾ സ്വീകരിക്കേണ്ട സമീപനത്തെ സംബന്ധിച്ച് എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. നമ്മൾ വ്യത്യസ്തമായ നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, ആരെയും മോശക്കാരാക്കുകയോ വ്യക്തിപരമായി ആക്ഷേപിക്കുകയോ ചെയ്യുന്നതിനോട് എനിക്കൊരിക്കലും യോജിപ്പില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.